ഇന്ന് സൺഡേ ആണ്. പക്ഷെ ഞാൻ മീൻ പിടിക്കാനല്ല പോകുന്നത്. ഞങ്ങൾ മീൻ പിടിക്കുന്ന സ്ഥലം എങ്ങനെയുണ്ടെന്ന് കാണാൻ പോവാണ്. കാരണം മഴ പെയ്തിട്ട് അവിടെ ഫുള്ള് വെള്ളമായി എന്ന് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും മീൻ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പോയി സ്ഥലമൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വൈകുന്നേരം മീൻ പിടിക്കാൻ പോകുന്ന ഒരു സമയമായപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് പോകുമ്പോൾ പേടിയായി. കാരണം ഇനി വല്ല മരമോ എന്തെങ്കിലും വീണോ നമ്മൾ അവിടെ തന്നെ സ്റ്റക്കാവില്ലേ, നമുക്ക് തിരിച്ച് വരാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഭാഗ്യത്തിന് മരമൊന്നും വീണില്ല. അപ്പോൾ നമ്മളങ്ങനെ അവസാനയുടെ സ്ഥലത്തെത്തി. നിങ്ങൾ കാണുന്ന പോലെ മുന്നത്തെ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അറിയാം ഇത്ര വ്യത്യാസം ഉണ്ടെന്ന്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ ഇരുന്ന് മീൻ പിടിക്കാറുണ്ട്. ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുകയാണ്. അത്രയ്ക്ക് വെള്ളമായി. ആക്ച്വലി ഈ പാലത്തിൻ്റെ അപ്പുറത്തും ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഞാൻ അതാണ് വിചാരിച്ചത്. കാരണം ഈ പാലത്തിൻ്റെ അപ്പുറത്തുള്ളവരെങ്ങനെ ഇപ്പുറത്തുള്ളവരെങ്ങനെ അവിടേക്ക് പോകാമെന്നൊക്കെയാണ്. മേ ബി അവർക്ക് പേടി ഉണ്ടാവില്ല, അവർ പണ്ട് തൊട്ടേ ഇങ്ങനെ പോയി ശീലിച്ചുകൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് നല്ല പേടിയായി. പിന്നെ ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി ഭയങ്കര ഓറഞ്ച് കളറായി. പിന്നെ ചെറുതായിട്ട് മഴയുണ്ട് കേട്ടോ. മീനൊന്നും എന്തായാലും കിട്ടില്ല നമുക്ക് ഉറപ്പായി. ഇവിടെയൊക്കെ നമ്മൾ കുറേ ഇരുന്ന സ്ഥലം ഇവിടെയൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് കിളി പോയ അവസ്ഥയായി. ഞാൻ എങ്ങനെയോ പേടിച്ചാണ് അവിടെ നിന്നത്. കാരണം എനിക്ക് അത്രയും വെള്ളം പേടിയാണ്. എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ ഞാൻ അതിലേക്ക് വീഴുന്ന അവസ്ഥ. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ അവിടെ നിന്നു. കാരണം അധികം നേരം അവിടെ നിൽക്കാൻ പേടി. അഥവാ ഇങ്ങനെ നിൽക്കുന്ന സ്ഥലം ഇടിഞ്ഞ് വീണാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുട്ടോ. പക്ഷെ നല്ല രസമുണ്ടായി കാണാൻ, അതേസമയം പേടിയും ഉണ്ടായി. പിന്നെ അവിടുന്ന് പോരുമ്പോൾ അക്ഷേട്ടൻ പറഞ്ഞു ഒന്ന് നമുക്ക് വേറൊരു സ്ഥലമുണ്ട്, നമ്മൾ മുന്നേ മീൻ പിടിക്കാൻ പോയി അവിടെയും കാണാൻ പറഞ്ഞു. അങ്ങനെ മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല ഭംഗി ഉണ്ടാവില്ല സ്ഥലങ്ങൾ കാണാൻ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു നല്ല ഭംഗിയുള്ളൊരു മയിലിനെ കണ്ടിട്ടത്. ഇതിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര പീലിയൊക്കെ വെച്ചിട്ടുള്ള നല്ല മയിൽ. പിന്നെ ആ പോയ റൂട്ട് ഫുള്ള് ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ ഇടയിൽ അവിടെ ഒരു ഫിലിം ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ടായി. എനിക്ക് ആരാ ആക്ടറെന്നൊന്നും അറിയണ്ടായില്ല. പിന്നെ ഭയങ്കര നാടൻ ഒരു ഏരിയ, അതായത് കേരളം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഏരിയ ആയിരുന്നു അത്. ഭയങ്കര പാടവും ഇതൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായി കാണാൻ. പിന്നെ ഞാനും അക്ഷയേട്ടനും മിട്ടും മാത്രമായിരുന്നു പോയത്. ബാക്കി എല്ലാവരും മഴ ആയതുകൊണ്ട് പനിയാണ് വരുന്നില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നിന്നു. പക്ഷെ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്ന വഴി എന്ന് പറഞ്ഞാൽ പോയ വഴിയല്ലായിരുന്നു, വേറൊരു റൂട്ടായിരുന്നു. അതിലൂടെ നമുക്ക് ഈ പാലം കണ്ട് ഇതിൻ്റെ മുകളിൽ നോക്കി നമുക്ക് മാംഗ്ലൂർ സിറ്റി കാണാം കേട്ടോ. ഭയങ്കര രസം. അതിലൂടെ അധികം വണ്ടികളൊന്നും കടത്തി വിടില്ല. എനിക്കത് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. ഇവിടുത്തെ എന്തോ ഒരു സ്പെഷ്യലായിട്ടുള്ള എന്തോ ഒരു റോഡാണത്. അപ്പോൾ ആ റോഡിലൂടെയായിരുന്നു വന്നത്. ഭയങ്കര ഹെവി റെയിൻ ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായി. പക്ഷേ നല്ല രസമുണ്ടായി ഈ വഴിയിലൂടെ വരാനായിട്ട്. നമ്മൾ വരുന്ന വഴിക്ക് പാവം ഒരു അച്ചച്ചൻ ഇങ്ങനെ അവിടെ നിന്ന് തന്നെ പിടിച്ച് മീനിങ്ങനെ വിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വാങ്ങിയില്ല. പക്ഷേ ആ ചേച്ചി നമ്മൾ പൈസയൊക്കെ കൊടുത്തിട്ട് പോന്നു. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഒരു ഈവനിങ് ഔട്ടിങ് എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. നമ്മൾ എൻജോയ് ചെയ്ത് പോന്നു.